നോക്കൂ നിങ്ങൾ. ബഹുമാനപ്പെട്ട ഷേഖുന കാന്തപുരം ഉസ്താദിന്റെ നേതൃത്വത്തിലും സമസ്ത 100-ാം വാർഷികം ആഘോഷിക്കാൻ, ജിഫിരി തങ്ങളുടെ നേതൃത്വത്തിലും ആഘോഷിക്കാൻ. അള്ളാഹു ഖൈറ് തരട്ടെ. നിങ്ങൾക്ക് തോന്നുന്നുണ്ടപ്പോ രണ്ടുപേര് കുഴപ്പമാണ്. എന്ത് കുഴപ്പം? രണ്ടു ഖൈറായി എന്നല്ലാതെ. അതുകൊണ്ട് ഇപ്പൊ നമുക്ക് എന്തായി? മുമ്പ് 10,000 മദ്രസയുള്ളൂ, ഇനിയിപ്പോ എത്രയായി? 22,000 മുമ്പ് 10 കോളേജുള്ളൂ, ഇനിയിപ്പോ 20 കോളേജായി. അള്ളാഹു തആല ഓരോ കാലത്ത് നിശ്ചയിച്ചിരിക്കുന്ന റഹ്മത്ത് ഉണ്ടാവും. പിന്നെ അതിൽ അടിയും പിടിയൊക്കെ ഉണ്ടാക്കിയത് നമ്മളെ വക ഉണ്ടാക്കിയതാണ് അല്ലേ? 2 ടീം ഉണ്ടാകണ്ടേ? ചങ്ങായാളെ ഫുട്ബോൾ ഗ്രൗണ്ടിൽ കളിച്ചാണെങ്കിൽ 2 ടീം വേണോ വേണ്ടേ? EK ഒരു ടീം, AP മറ്റേ ടീം. ഇതൊരു ഫുട്ബോൾ ഗ്രൗണ്ട് പോലെ കണ്ടാൽ മതി. അടിയും പിടിയൊന്നും ഉണ്ടാക്കണ്ട. 2 ടീമില്ല, ഞാൻ പിന്നെ ഇത് ചോദിച്ചു തോൽക്കോ? ഏറ്റവും രസം കിട്ടുന്നത് 2 ടീമുള്ളത് കൊണ്ടല്ലേ. അപ്പൊ 2 ടീമിനെയും കൂടിയാണ് ഒന്നാക്കി. ഇനിയിപ്പോ എന്താ പറയുക, 14 ബന്ധുവാക്കി. നല്ല മനസ്സിലാക്കി. നമ്മൾ അവിടെ ഒന്നും അല്ലേ നമ്മൾ. EK ഉസ്താദ് വലിയ മഹാൻ, അള്ളാഹു ദർജ ഏറ്റി കൊടുക്കട്ടെ. AP ഉസ്താദ് വലിയ മഹാൻ, അള്ളാഹു ദർജ ഏറ്റി കൊടുക്കട്ടെ. നമ്മൾ ഓരോന്നും കുറ്റവും ആക്കും പിന്നെ കുറവും നോക്കിങ്ങാണ്ട് നടക്കാൻ നിൽക്കണ്ട. മനസ്സിലായോ? ഓരോന്നും കുറ്റവും കുറവല്ല നമ്മൾ നോക്കേണ്ടത്. നമ്മളിപ്പോൾ നമ്മളെ മക്കള്, നമ്മളെ ദീന്, അല്ലാഹു റബ്ബി, അഹ്ലുസുന്നത്ത് വൽ ജമാഅത്താകുന്ന ഔലിയാക്കളുടെ പാത, അഹ്ലുസുന്നത്ത് വൽ ജമാഅത്താകുന്ന അമ്പിയാക്കളുടെ പാത, അഹ്ലുസുന്നത്ത് വൽ ജമാഅത്താകുന്ന നമ്മുടെ മാതാപിതാക്കൾ കാണിച്ചെന്ന പാത, അതിന് നമ്മൾ ഉറച്ചു നിൽക്കണം.